സർക്കാരിനെ വിമർശിക്കുന്ന പ്രസംഗത്തിന് കൈയടിച്ച മലപ്പുറം ഹോമിയോ DMOയ്ക്ക് താക്കീത്. ഡോക്ടർ ഹന്ന യാഹ്മിനാണ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് താക്കീത് നൽകിയത്. 2 വർഷം മുൻപ് നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് സർക്കാർ വിരുദ്ധ പരാമർശം വന്നപ്പോൾ DMO കൈയടിച്ചത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായുണ്ട്. ഇംതിയാസ്, ഒന്ന് കൈയടിച്ചതിന് ശരിയായിരിക്കും, ഒരു ചട്ടലംഘനമൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ നടപടിയും. എന്താണ് ഇതിൻ്റെ കാര്യം? ദിവിഷ്മണി, തീർച്ചയായിട്ടും മലപ്പുറം ഹോമിയോയുടെ DMO ആയിട്ടുള്ള ഡോക്ടർ ഹന്ന യാസ്മിനെതിരെയാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നടപടി എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 ജൂണിലാണ് മലപ്പുറം കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ യോഗം നടക്കുന്നത്. ഈ യോഗത്തിനിടയിൽ പലർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന പ്രതിനിധികളിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നുകൊണ്ട് ഈ സർക്കാർ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനം ഉന്നയിച്ചപ്പോൾ കൂട്ടത്തിൽ കുറെ ആളുകൾ കൈയടിച്ചു. ആ കൈയടിക്കുന്ന കൂട്ടത്തിൽ ഈ DMO ആയിട്ടുള്ള ഡോക്ടർ ഹന്ന യാസ്മിനും കൈയടിച്ചു എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയ കുറ്റം. അങ്ങനെ അതേ തുടർന്ന് പിന്നീട് തെളിവെടുപ്പടക്കം നടത്തിയിരുന്നു. ഹന്ന യാസ്മിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് അവിടുത്തെ മറ്റു ദൃശ്യങ്ങളുമൊക്കെ പരിശോധിച്ച് തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഹന്ന യാസ്മിനെതിരെ ഈ DMOക്കെതിരെ നടപടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നാണ് ഇങ്ങനെയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ നേരത്തെ, അതായത് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ DMO ആയിരിക്കെ തന്നെ ഈ നടപടിയിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ അതേ രീതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൂടെയാണ് കാര്യം. ദിവിഷ്മൻ. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.